എല്ലാവർക്കും വിഫോ ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു റിമോട്ട് കിറ്റിനെ പരിചയപ്പെടുത്തുകയാണ്. റിമോട്ട് കിറ്റ് എങ്ങനെ നമ്മുടെ ആംപ്ലിഫയറിൽ ഉപയോഗിക്കാം, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ കണക്ഷൻസ് എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്കിതിൽ വരുന്നത് ഒരു അടിപൊളി റിമോട്ടാണ്. നല്ല ഒരു കമ്പനി ഫിനിഷിംഗ് റിമോട്ട്, അതേമാതിരി തന്നെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ്, അതിൻ്റെ അടിയിലത്തെ മൈക്രോ കൺട്രോളർ വരുന്നുണ്ട്. ഒരു റോട്ടറി എൻകോഡർ സ്വിച്ചാണ് പിന്നെ വരുന്നത്. അതേമാതിരി തന്നെ ഒരു ഡീകോഡർ ബോർഡ്, സൗണ്ട് പ്രോസസ്സർ ബോർഡാണ് വരുന്നത്. അതേമാതിരി കണക്റ്റിംഗ് വയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ റിമോട്ട് കിറ്റിൽ വരുന്നത്. നമ്മൾ ഈ റിമോട്ട് നോക്കുകയാണെങ്കിൽ റിമോട്ടിൽ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. അത് DVD അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ. ഇതിൽ ഒപ്റ്റിക്കലില്ല. ഒപ്റ്റിക്കലിന് വേണ്ടിയിട്ടും ഈ റിമോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേമാതിരി USB ഓക്സിലറി ഇതൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നീട് നമ്മളെ എല്ലാ ഹോം തിയേറ്ററിൽ വരുന്ന മാതിരി സെപ്പറേറ്റ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഫ്രണ്ട്, റിയർ, സബ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കീ വരുന്നുണ്ട്. അതേമാതിരി തന്നെ USB പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് 1 മുതൽ 0 വരെയുള്ള നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിമോട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണ ഒരു റിമോട്ടാണിത്. എല്ലാ റിമോട്ട് കിറ്റിലും കോമൺ ആയിട്ട് വരുന്ന റിമോട്ട് തന്നെയാണിത്. നമുക്ക് ഇതേമാതിരിയുള്ള USB പാനലുകൾ ഈ റിമോട്ട് കിറ്റ് വഴിക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് USB-യിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് പ്രത്യേകത വരുന്നത്. നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ബ്ലൂ ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെ അതിൻ്റെ താഴത്താണ് ഇതിൻ്റെ മൈക്രോ കൺട്രോളർ വരുന്നത്. ഇതാണ് അതിൻ്റെ മൈക്രോ കൺട്രോളർ. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു IR സെൻസർ കൊടുത്തിട്ടുണ്ട് റിമോട്ടിന് വേണ്ടിയിട്ട്. അത് ഈ ബോർഡിൽ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റോട്ടറി എൻകോഡറിലേക്കുള്ള ഒരു കണക്ഷനാണ് വരുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ സൗണ്ട് പ്രോസസ്സർ ബോർഡിലേക്കുള്ള ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ഈ നമ്മുടെ ഡിസ്പ്ലേ ബോർഡിൽ വരുന്നത്. ഇത് സ്ക്രൂ ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 ഹോളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ എൻകോഡർ എന്ന് പറഞ്ഞത് ഇതാണ്. നമുക്ക് ഇതിൻ്റെ നമ്മളെ ഫങ്ഷൻസൊക്കെ സെലക്ട് ചെയ്യാനും അതേമാതിരി തന്നെ വോളിയം കൺട്രോൾ ചെയ്യാനും എല്ലാമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഈ ബോർഡിൻ്റെ ഇതിലാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നീട് നമ്മുടെ സൗണ്ട് പ്രോസസ്സർ ബോർഡ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു 5.1 ഇൻപുട്ട് കൊടുക്കാൻ, അതേമാതിരി സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള സോക്കറ്റുകളാണ്. അത് ബോർഡിൽ തന്നെയാണ് വരുന്നത്. പിന്നീട് 2 റെഗുലേറ്ററുകൾ വരുന്നുണ്ട്. ഒരെണ്ണം 7805, അതേമാതിരി തന്നെ 7808. ഈ 7805 എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളിലേക്ക് പോണതും, അതേമാതിരി തന്നെ 7808 എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയോ പ്രോസസ്സറിലേക്ക് സപ്ലൈ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു 12 വോൾട്ട് മിനിമം ഒരു 2 ആമ്പിയർ എങ്കിലും നമ്മൾ ഇതിൽ ഈ ബോർഡിലേക്ക് കൊടുക്കണം. അതുണ്ട് 12 വോൾട്ട്. പിന്നീട് ഇതിലൊരു ഡയോഡ് കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പൊളാരിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തിരിച്ചു കൊടുത്താലൊന്നും പ്രശ്നമില്ല, പക്ഷേ എങ്കിലും നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കണക്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ കണക്ഷനാണ് നമുക്ക് മൈക്രോ കൺട്രോളറിൽ നിന്ന് കൊടുക്കേണ്ടത്. അതേമാതിരി തന്നെ
ഇതാണ് ഈ കണക്ഷൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത്. 6 ചാനലിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൽ കൊടുത്തിട്ടുണ്ട്. 5.1 ഔട്ട്പുട്ട് ടു ആമ്പെന്ന് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. പിന്നീട് ഇതിൽ തന്നെ സബ് ഫിൽറ്റർ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓണും ഓഫും ചെയ്യാനായിട്ട് ഒരു കണക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഈ സബ് ഫിൽറ്റർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേറെ വയ്ക്കാം. നമുക്കിതിൽ PT2351 പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ SMD IC-യാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പ്രീസെറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സബ് ഫിൽറ്ററിൻ്റെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണക്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് നമ്മുടെ സബ് ഫിൽറ്ററുകൾ ഉപയോഗിക്കാം. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേമാതിരി തന്നെ ഈ സെക്ഷനാണ് നമ്മൾ USB-യിലേക്ക് കൊടുക്കേണ്ടത്. USB-യുടെ പവറും എല്ലാം ഇതിൽ തന്നെയാണ് പോണത്. അതിനായിട്ട് ഇപ്പുറത്ത് ഒരു ട്രാൻസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് USB പവർ എന്ന് എഴുതിയിട്ടുണ്ട്. അതേമാതിരി തന്നെ USB എന്നുള്ള ഔട്ട്പുട്ട് ഇപ്പുറത്താണ് കൊടുക്കേണ്ടത്, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. പിന്നീട് ഒരു IR കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ USB എന്നുള്ള ഈ സിഗ്നലിന് ഉള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ റിമോട്ട് കിറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വയറിങ്ങൊക്കെ കുറേ ഒഴിവാക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ റിമോട്ട് കിറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഒന്ന് സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അതിനായിട്ട് നമ്മുടെ എൻകോഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ മൈക്രോ കൺട്രോളറിൽ നിന്ന് ഈ സൗണ്ട് പ്രോസസ്സർ ബോർഡിലേക്കുള്ള കണക്ഷനാണ്. അതവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 5 വോൾട്ട് അതേമാതിരി ക്ലോക്ക് ഡാറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ കണക്ടർ കൊടുക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് ആംപ്ലിഫയറുകൾക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. അതിപ്പോൾ നമ്മൾ കൊടുക്കണില്ല, അത് ലാസ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊന്ന് സപ്ലൈ ഒന്ന് കൊടുത്ത് നോക്കി നോക്കാം. അതിനായിട്ട് നമ്മളിത് ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അഡാപ്റ്റർ നേരെ നമ്മുടെ പവർ സപ്ലൈയുടെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ +12 വോൾട്ട് ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ പ്രൊട്ടക്ഷൻ വെച്ചിട്ട് നമ്മൾ പരീക്ഷണത്തിനൊന്നും നിൽക്കണ്ട, അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ റിമോട്ട് കിറ്റ് ഓണായിട്ട് ഇപ്പോൾ കിടക്കുന്നത് OX 2-ലാണ്. നമുക്ക് എൻകോഡർ അതല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടുകൾ വോളിയം ഇതൊക്കെ മാറ്റാം. നമുക്ക് റിമോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. റിമോട്ടിൽ ഇതേ നമ്മൾ OX 1-ൽ കിടക്കുന്നത് ഇപ്പോൾ USB-യിലേക്ക് മാറ്റി, OX-ലേക്ക് മാറ്റി, OX 2-ലേക്ക് ആക്കി, OX 3. ഇതേമാതിരി നമുക്ക് ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ എൻകോഡറിൽ നോക്കുകയാണെങ്കിൽ ഇതേമാതിരി തന്നെ ഫ്രണ്ട് വോളിയം, റിയർ വോളിയം, അതേമാതിരി സെൻറ്റർ വോളിയം, സബ് വൂഫറിൻ്റെ വോളിയം, ബാസ്, ട്രിബിള്, മാസ്റ്റർ വോളിയം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വോളിയം എല്ലാതും 50 വരെയാണ് അവർ കൊടുത്തേക്കണത്. 0 to 50 എല്ലാതും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കണത്. ഇതിൽ ബാസ് 14 വരെയാണ് വരുന്നത്. ബാസും ട്രിബിളും 14, 0 to 14 വരുന്നത്. ബാക്കിയെല്ലാം 0 to 50 വരെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റിമോട്ടിൻ്റെ കണക്ഷൻസുകളും പ്രത്യേകതകളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ആംപ്ലിഫയർ നമ്മൾ ചെയ്യണതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിമോട്ട് കിറ്റിൻ്റെ റേറ്റുകൾ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഇതിലെല്ലാം ബോർഡിലെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് 5.1 അസംബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.